ആപ്പാഞ്ചിറയിലെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്റ്റോപ്പ് അനുവദിച്ച പരശുറാം എക്സ്പ്രസിന് ഉത്സവാന്തരീക്ഷത്തിൽ നാട്ടുകാരുടെ വരവേൽപ്പ്. മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുവാനായി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പരശുറാം എക്സ്പ്രസ് വൈക്കം റോഡിൽ എത്തിച്ചേർന്നപ്പോൾ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും നാട് ആഹ്ലാദം പങ്കിട്ടു. വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരശുറാമിന്റെ തുടർയാത്രയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറെ നാളത്തെ ആവശ്യത്തിനൊടുവിൽ പരശുറാമിന് സ്റ്റോപ്പ് ലഭിച്ച ആഹ്ലാദത്തിൽ പൗരസമിതി പ്രവർത്തകരും റെയിൽവേ യൂസേഴ്സ് ഫോറം ഭാരവാഹികളും നാട്ടുകാരും ഒത്തുചേർന്ന് ഉത്സവാന്തരീക്ഷമാണ് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ള മുഖ്യാതിഥികളെ മോൻസ് ജോസഫ് MLA നേതൃത്വത്തിൽ വേദിയിലേക്ക് ആനയിച്ചു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ നടന്ന യോഗം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിയമത്തിന്റെ അതില് ബോഗികൾ കൂട്ടണം എന്ന ആൾക്കാര് ഇങ്ങനെ പറയാറുണ്ട്, പാസഞ്ചേഴ്സ് പറയാറുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബഡ്ജറ്റിൽ തന്നെ, ഈ കഴിഞ്ഞ ബഡ്ജറ്റില് 3042 കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാര്യമായി. അതുപോലെ തന്നെ ഈ കേരളത്തില് 7 റെയിൽവേ സ്റ്റേഷനുകൾ അത് എയർപോർട്ട് പോലെയുള്ള ആധുനിക റെയിൽവേ സ്റ്റേഷനുകളാക്കുകയാണ്. അതിന് 2500 കോടിയിലേറെ ഇപ്പോഴും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയിൽ വലിയ മാറ്റം വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗതയുള്ള ട്രെയിനുകൾ ഓടിക്കാനാണ് തീരുമാനം. അത് കൂടുതൽ യാത്രക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ നിലവിലുള്ള ട്രെയിനുകൾ പരമാവധി സ്റ്റേഷനുകളിൽ നിർത്തി അതിവേഗ ട്രെയിനുകളിലേക്ക് യാത്രക്കാർക്ക് കണക്ഷൻ കിട്ടുന്ന രീതിയിൽ ക്രമപ്പെടുത്തി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യങ്ങൾ റെയിൽവേയോട് ഉന്നയിക്കത്തക്ക രീതിയിൽ ജനകീയ നടപടികളാണ് നടത്തിവരുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പരശുറാം എക്സ്പ്രസിന് സ്റ്റോപ്പ് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോടും MP ഫ്രാൻസിസ് ജോർജിനോടും നടത്തിയ ചർച്ചകളും നിരന്തരമായ പരിശ്രമങ്ങളും ഫലം കണ്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അവരോട് നാടിന് നന്ദിയുണ്ടെന്നും മോൻസ് ജോസഫ് MLA പറഞ്ഞു. ഇനി നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം ഇതുപോലെ ആളുകൾക്ക് ഉപകാരമുള്ള വേറെ ഒരു സ്റ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ഏറ്റവും കോട്ടയം എറണാകുളം റോഡിനോട് ചേർന്ന് ഏത് സമയത്ത് വന്ന് ട്രെയിനിൽ ഇറങ്ങിയാലും ആളുകൾക്ക് ബസ് കിട്ടാനും ഓട്ടോറിക്ഷ കിട്ടാനും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ ഏറ്റവും സൗകര്യപ്രദമായ റെയിൽവേ സ്റ്റേഷൻ. അത് തന്നെയുമല്ല, ഇവിടെ 2 പ്ലാറ്റ്ഫോമാണ് നിർമ്മാണ സമയത്ത് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. MLA എന്ന നിലയിൽ സംയോജിതമായി എന്റെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്ന് ഇടപെടൽ നടത്തി ഇത് 3 പ്ലാറ്റ്ഫോമുകൾ ഐലൻഡ് സ്റ്റേഷനാക്കി അന്ന് നമുക്ക് മാറ്റുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് ഇന്ന് ഏറ്റവും കൂടുതൽ സൗകര്യമായ നിലയിലേക്ക് 3 പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുകയാണ്. വേളാങ്കണ്ണി, മലബാർ, അമൃത, രാജ്യറാണി, വേണാട് എന്നീ എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. വൈക്കം മീനച്ചിൽ താലൂക്കിലെ യാത്രക്കാർക്ക് ഏറെ ഗുണകരമായ സ്റ്റേഷനാണ് വൈക്കം റോഡ്. പരശുറാം അടക്കം നിലവിൽ കേരള എക്സ്പ്രസ്, പാലരുവി, ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. റിസർവേഷൻ കൗണ്ടർ ഇവിടെ ഇല്ലാത്തത് യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിലവിൽ റിസർവേഷന് വേണ്ടി കോട്ടയം, എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളെയും ഓൺലൈൻ സേവനത്തെയുമാണ് ഇവിടുത്തെ യാത്രക്കാർ ആശ്രയിക്കുന്നത്. വൈക്കം റോഡിലെ വരുമാനം ഉയർത്താൻ റിസർവേഷൻ കൗണ്ടർ വൈക്കം റോഡിൽ അനുവദിക്കണമെന്നും മോൻസ് ജോസഫ് MLA പറഞ്ഞു. യോഗത്തിൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെസി കുര്യൻ, സ്റ്റീഫൻ പാറാവേലി, നോബി മുണ്ടക്കലൻ, BJP ജില്ലാ പ്രസിഡന്റ് ലിജിലാൽ, സാംബുജി, അബ്ബാസ് നടയ്ക്കമാലിൽ, ജെയിംസ് പാറക്കൽ, അശ്വന്ത് മാമലശ്ശേരി, ഷാജി കാലായിൽ, സുരേന്ദ്രൻ കൊടുന്തല, റിനോഷ്, പോൾ മാൻവട്ടം, അഡ്വക്കേറ്റ് KM ജോർജ്, സുമം പുള്ളോൻകാല, സന്തോഷ് കുഴിവേലി തുടങ്ങിയവർ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.